ഹലോ, ഹായ് വിവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലോ അല്ലേ? ഇന്ന് ഞാൻ ഇവിടെ കുറച്ച് ഫിലോഡെൻഡ്രോൺ വെറൈറ്റീസിൻ്റെ സെയിൽ വീഡിയോ ആണെന്ന് കാണിച്ചു തരുന്നത്. കുറച്ച് നമ്മുടെ അടുത്ത് നല്ല നല്ല വെറൈറ്റീസ് ഫിലോഡെൻഡ്രോൺ ഉണ്ട് സെയിലിനായിട്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് പേരുകളൊന്നും എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല. നഴ്സറിയിൽ ഒരുപാട് പ്ലാന്റ്സുകൾ വന്നു പോകുന്നത് കൊണ്ട് എല്ലാറ്റിൻ്റെയും ഓർമ്മ പെട്ടെന്ന് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പേര് എനിക്ക് ചിലതൊക്കെ ഓർമ്മ വരുന്നത്. ഇതിൻ്റെ പേരൊക്കെ ഞാൻ പറയാം. അല്ലാത്ത നിങ്ങൾ വീഡിയോ കണ്ടോളൂ. കണ്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചാൽ മതി. ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. നിങ്ങൾ അതിൽ മെസ്സേജ് അയയ്ക്കുക, അതിൽ വിളിക്കുകയോ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് നമുക്ക് 50 രൂപ മുതൽ 350 രൂപ വരെയുള്ള പ്ലാൻസുകളാണ് ഇപ്പോൾ നമ്മൾ സെയിലിനായിട്ട് ഇടുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന ഫിലോഡെൻഡ്രോൺ കണ്ടില്ലേ, ഇതിന് ലീഫെല്ലാം നല്ല പച്ച കളറിൽ വരും. അതിൻ്റെ ഒരു ലീഫ് മാത്രം നമുക്ക് ഓറഞ്ച് കളറിൽ കാണാൻ സാധിക്കും. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ. ഫിലോഡെൻഡ്രോൺ കോങ്കോ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണത്. ഇത് പെയിൻറ്റർ ലേഡിയാണ്. ഇതേപോലെ അതിൻ്റെ തണ്ട് ചുമപ്പായിരിക്കും, ലീഫ് പച്ചയിൽ വന്നിട്ട് പെയിൻ്റ് അടിച്ച പോലെ നല്ല ഒരു മഞ്ഞ കളറും ഒരു ലൈറ്റ് വൈറ്റ് കളറൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു പെയിൻ്റ് അടിച്ച് വെച്ച പോലെ ഇരിക്കും. അതുകൊണ്ടാണ് തോന്നുന്നു ഇതിനെ പെയിൻറ്റർ ലേഡി എന്ന് പറയുന്നത്. നല്ല രസമാണ്. ഇതും വന്നിട്ട് ഒരു ഫിലോഡെൻഡ്രോൺ വെറൈറ്റി ആണ്. ഇതിന് ടൈഗർ ടൂത്ത് എന്നും കൂടെ പറയുന്നുണ്ട്. ഇതിൻ്റെ വേറൊരു പേരും കൂടെ ഇതിനുണ്ട്. അങ്ങനെ അപ്പോൾ ഇത് നല്ലൊരു പ്ലാന്റ്സ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ബുഷിയായിട്ട് നിൽക്കും, കാണാനും നല്ല ഭംഗിയാണ്. നമുക്ക് നമ്മുടെ സിറ്റ് ഔട്ടിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് വെക്കാൻ പറ്റും. ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് വെയിൽ കൊള്ളിച്ചാൽ മതി. ഇത് ഫിലോഡെൻഡ്രോൺ സനഡു ആണ്. സനഡു കുഞ്ഞു പ്ലാന്റ്സ്, കുഞ്ഞു ലീഫായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇത് വലിയ ബുഷായിട്ട് നിൽക്കും. നല്ല മറ്റേ സനഡുവിനെ പോലെയല്ല, കുഞ്ഞു ലീഫൊക്കെ ആയിട്ട് നാരോ സനഡു ആണ് ഇത്. അപ്പോൾ ഇത് വേറൊരു റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്ന ഒരു പ്ലാന്റ്സ് ആണ്. അതിൻ്റെ വെരിഗേറ്റഡ് ആണ് ഇത്. ഇതിൽ വന്നിട്ട് ഇതിൻ്റെ ലീഫിന് കണ്ടോ, ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ലീഫിൽ വന്നിട്ട് ഒരു യെല്ലോ കളർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ സ്പ്രെഡായിട്ട് ഇങ്ങനെ നിൽക്കും. കാണാൻ ഇത് നല്ല ഭംഗിയാണ്. പിന്നെ അതിനൊരു കേള് ലീഫിന് വന്നിട്ട് അതിൻ്റെ ലീഫിൽ കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പോലെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ്സ് തന്നെയാണ് ഇതും. കണ്ടോ, നോക്കി എന്തൊരു ഭംഗിയാണ് അല്ലേ ഇത് കാണാൻ. എനിക്കിഷ്ടപ്പെട്ട പ്ലാന്റ്സുകളല്ല ഒരു പ്ലാന്റ്സ് ഫിലോഡെൻഡ്രോണിൽ ഇതും കൂടെ ഞാൻ ഉൾപ്പെടുത്തും. നല്ല ഭംഗിയുള്ളതാണ്. ഈ പ്ലാന്റ്സ് വന്നിട്ട് ഇതിൻ്റെ അടിവശം വന്നിട്ട് മെറൂൺ കളറായിരിക്കും. കണ്ടില്ലേ, അടിവശം വന്നിട്ട് കാണാൻ നല്ല, രണ്ട് സൈഡിൽ നിന്നും കാണാൻ നല്ല ഭംഗിയാണ്. ഈ കാണുന്ന ആ മെറൂൺ ഷെയ്ഡ് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വശത്ത് ലീഫിൽ നമുക്ക് ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നത് കണ്ട, കിളുന്ത് വന്ന ലീഫിൽ കണ്ടില്ലേ കാണുന്ന. വെയിലത്താണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ അത് കാണാൻ സാധിക്കുമായിരുന്നു. ഇത് വന്നിട്ട് ഫിലോഡെൻഡ്രോണിൻ്റെ ഒരു വെറൈറ്റീസ് ആണ്. ഇതിൻ്റെ ലീഫിനാണ് പ്രത്യേകത. നല്ല കനമുള്ളൊരു ലീഫാണ്, ഒരു ഹാർട്ട് ഷേപ്പ് പോലെയാണ് ലീഫ് വരുന്നത്. ഇത് ഫിലോഡെൻഡ്രോൺ നമ്മുടെ സാധാ നോർമലായിട്ട് ഉള്ള ഒരു ഫിലോഡെൻഡ്രോൺ ആണ് ഇത്. എല്ലാവരുടെയും വീടുകളിൽ സാധാരണ ഉണ്ടായിരിക്കും. ഇത് വന്നിട്ട് നമ്മുടെ ഫിലോഡെൻഡ്രോൺ വയലിൻ്റെ നാരോ ആണ് ഇത്. വയലിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫിലോഡെൻഡ്രോൺ എൻ്റെ ഉണ്ടായിരുന്നു, അതെല്ലാം സെയിൽ ഔട്ടായി. ഇപ്പോൾ ഇല്ല, സെയിലിനില്ല. അതിൻ്റെ ഒരു ചെറിയ പ്ലാന്റ്സ് ആണ് ഇത്. ഇതൊക്കെ നല്ല ഭംഗിയുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ. ഇതിൻ്റെ ലീഫിന് തന്നെയാണ് കൂടുതൽ ഭംഗി. ഇത് അതേപോലെ ഫിലോഡെൻഡ്രോൺ ബുഷിയായിട്ട് വളരുന്ന ഒരു ചെടിയാണ്. ഇത് ഇത്ര തന്നെ ബുഷിയാവുള്ളൂ. പക്ഷെ ഇതിൻ്റെ ലീഫിനൊരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ ലീഫ് ആലിൻ്റെ ഇല പോലെ കണ്ടില്ലേ, ഇങ്ങനെ നീണ്ടിട്ട് നിൽക്കുന്ന കണ്ടോ ലാസ്റ്റിൽ വരുമ്പോൾ. അത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇതേ ടൈപ്പിൽ 2-3 വെറൈറ്റീസ് ഫിലോഡെൻഡ്രോൺ ഉണ്ട്. അതിൻ്റെ ഏറ്റവും കുഞ്ഞു ലീഫായിട്ടുള്ളതാണ് ഇത്. ഇത് ഒരു ലെമണിൻ്റെ കളറായിട്ടുള്ളത്, എനിക്കിഷ്ടപ്പെട്ടൊരു കളറാണ് ഈ കളറ്. അത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ്സും ഫിലോഡെൻഡ്രോണിൻ്റെ ഒരു വെറൈറ്റിയിൽ വരുന്നതാണ്. ഇതൊക്കെ ക്രീപ്പറാണ്. ഈ കാണിക്കുന്നത് ക്രീപ്പറാണ്. ഇത് നമുക്ക് നന്നായിട്ടൊരു ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ സിറ്റ് ഔട്ടിലൊക്കെ വെച്ച അടിപൊളിയായിരിക്കും. ഇത് നമ്മുടെ ഫിലോഡെൻഡ്രോൺ തന്നെയാണ്. ഇതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി, പേര് എനിക്ക് അത്ര കിട്ടുന്നില്ല. ഇത് നമ്മുടെ മോൺസ്റ്ററാണ്. ഇതിൻ്റെ നമ്മുടെ അടുത്ത് വെരിഗേറ്റഡ് ഉണ്ടായിരുന്നു. വെരിഗേറ്റഡ് സെയിൽ ഔട്ടായി. അത് ഞാൻ ചാനൽ തുടങ്ങുന്നതിൻ്റെ മുന്നാലെ
എൻ്റെ ഇന്ന് സെയിൽ ഔട്ടായി പോയി. ഇനി അടുത്ത ബാച്ച് എപ്പോഴാണ് വരിക എന്നറിയില്ല. ഇത് ഒരു ഫിലോഡൻഡ്രോൺ വെറൈറ്റീസ് ആണ്. ഇതിൻ്റെ ലീഫ് വന്നിട്ട് കണ്ടോ, നല്ല ലീഫിൽ. ഇതിപ്പോൾ എടുത്തത് അത്ര വെയിലില്ലാത്ത സമയത്തായതുകൊണ്ട് ക്ലിയർ ആയിട്ടില്ല അത്ര. ഇതിൻ്റെ ലീഫിനാണ് പ്രത്യേകത. അതിൻ്റെ ഞരമ്പുകളും അതിനൊരു ചുക്കി ചുളിവ് പോലെയൊക്കെ കാണുന്നത് കണ്ടില്ലേ, നല്ല രസമാണ് അത് കാണാൻ. മെറൂൺ കളറാണ് അതിൻ്റെ തണ്ട്. ലീഫിനും ചെറിയൊരു മെറൂണും പച്ചയും കൂടെ ചേർന്നിട്ടുള്ള ഒരു കളറാണ്. ഇത് ഫിലോഡൻഡ്രോൺ കൊളംബിയാണത്. ഇതിൻ്റെ വീഡിയോ ആണ് നമ്മൾ മുന്നാലെ കണ്ടത്, സ്റ്റാർട്ടിങ് സമയത്ത് കണ്ടില്ലേ. ഇത് ഞാൻ പോളി ഹൗസിൽ വെച്ചിട്ട് എടുത്തതാണ് എൻ്റെ. അപ്പോൾ ആ ഷീറ്റിൻ്റെ ഷെയ്ഡും കൊണ്ട് എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. ഇതും കാണാൻ നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ്സ് തന്നെയാണ്. ഇത് സിൽവറാണ്, ഫിലോഡൻഡ്രോൺ സിൽവറാണ്. ഇതിൽ നല്ല സിൽവറിനെ പോലെ തന്നെ നമുക്ക് ആ ലീഫിൽ ഇങ്ങനെ ഒരു പഫായിട്ട് ഇങ്ങനെ പൊന്തി പൊന്തി ഇങ്ങനെ നിൽക്കുന്നതായിട്ട് തോന്നും. കാണാനും നല്ല രസമുള്ള പ്ലാന്റ്സ് ആണ്. കണ്ടോ, അതിങ്ങനെ നമുക്ക് നോക്കുമ്പോൾ അത് പൊന്തി നിൽക്കുന്ന പോലെ ആയിട്ടാണ് തോന്നുക സിൽവർ. പിന്നെ അടുത്ത ഫിലോഡൻഡ്രോൺ ഇതാണ്. ഇതും നല്ലൊരു പ്ലാന്റ്സ് ആണ്. പച്ച കളറിലൊരു വൈറ്റ് ഞരമ്പ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്രെഡായിട്ട് ഇങ്ങനെ വെള്ളി വെളിച്ചം വെതറി നിൽക്കുന്ന പോലെ കാണാം പച്ചയിൽ. നല്ല രസമാണ് കേട്ടോ കാണാൻ. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ വെക്കേണ്ട പ്ലാന്റ്സുകളാണ്. ഈ കാണുന്നത് നമ്മുടെ പിങ്ക് പ്രിൻസസ് എന്ന് പറയുന്ന ഫിലോഡൻഡ്രോൺ ആണ്. എന്താണെന്നറിയില്ല, നമ്മളുടെ അടുത്ത് ആദ്യത്തേക്കൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ കട്ടിങ്സ് വെച്ചതാണ്. നമ്മൾ കട്ടിങ്സ് എടുത്ത് ഞാൻ വെച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ആ ഒരു കളറ് പിങ്ക് ഷെയ്ഡ് വന്നായിരുന്നു. ഇതിനകത്ത് അത് വരുന്നത് കാണാനില്ല. ഇനിയിപ്പോൾ കാലാവസ്ഥയുടെ എന്നറിയില്ല, അതോ വെയിൽ കൂടിയിട്ടാണോ കുറഞ്ഞിട്ടാണോ എന്താണെന്നുള്ളത് അറിയില്ല. പക്ഷേ ഇത് പിങ്ക് പ്രിൻസസ് ആയിരുന്നു. ഇത് ഒരു നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ്സ് ആണ്. സിറ്റ് ഔട്ടിലൊക്കെ വെക്കാൻ ഏറ്റവും ഭംഗിയുള്ള, കണ്ടില്ലേ ഇതിനെ ചിത്രങ്ങൾ കണ്ടോ, ലീഫിൽ ചിത്രങ്ങളോട് വരച്ച് വെച്ച പോലൊരു പ്ലാന്റ്സ് ആണ് ഇത്. നല്ല ഭംഗി പറഞ്ഞാൽ നല്ല ഭംഗിയാണ്. നല്ല മാർബിളിലൊക്കെ നമ്മൾ കൊത്തിയെടുത്ത പോലെയുള്ള ലീഫാണ് ഇതിൻ്റെ. കണ്ടോ എന്ത് രസമായിട്ടാണ് കാണുന്നത്, നല്ല ഭംഗിയാണ്. അത് നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ നന്നായിട്ട് ബുഷിയാക്കിയിട്ട് നിർത്താൻ പറ്റും. ഈ കാണുന്നത് കണ്ട ഒരു ഹാർട്ട്, ലവ് ചിഹ്നം, ഒരു ലോങ് ലീഫാണ് അതിൻ്റെ ലീഫ്. അതിലൊരു ലവ് ചിഹ്നം പോലെയാണ്, കണ്ടില്ലേ, നമ്മൾ വരച്ച് വെച്ച പോലെ തോന്നും. നല്ല രസമാണ്, നല്ല ഭംഗിയാണ്. ഇതൊക്കെ ബുഷിയായിട്ട് നിൽക്കുന്നത് കാണണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ഭംഗി നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ കഴിയുള്ളൂ. നല്ല രസമായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇത് ഈ കാണുന്നതൊക്കെ. ഇത് ഫിലോഡൻഡ്രോണിൻ്റെ വെറൈറ്റീസ് തന്നെയാണ്. ഇത് നല്ല രസത്തിൽ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. നല്ല ഭംഗിയല്ലേ കാണാൻ. കണ്ടോ, ഇതിൻ്റെ ലീഫ് വന്നിട്ട് ഡാർക്ക് പച്ചയാണ്. ഇതിൻ്റെ തണ്ട് വന്നിട്ട് നല്ലൊരു കോഫി കളറിലാണ് ഇതിൻ്റെ തണ്ട് ഉണ്ടാവുക. നല്ല രസമാണ് കേട്ടോ ഇതും കാണാൻ. ഇനി അടുത്തത് കാണുന്നതാണ് നമ്മൾ പ്ലൂട്ടോ, ഫിലോഡൻഡ്രോൺ പ്ലൂട്ടോ എന്ന് പറയുന്നത്. ഇതിൻ്റെ 2 വെറൈറ്റീസ് ഉണ്ട് നമ്മളുടെ കയ്യിൽ. അപ്പോൾ ഇതും നല്ല പ്ലാന്റ്സ്. ഇത് ചുറ്റും വലിയ ലീഫായിട്ടാണ് ഇത് വരിക, ചുറ്റിയിട്ടാണ് ലീഫ് വരിക. അങ്ങനെ എന്നിട്ട് ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും, കാണാൻ നല്ല ഭംഗി. ഇത് അടുത്ത് വന്നിട്ട് ഫിലോഡൻഡ്രോണിൻ്റെ ഒരു ലോങ് ലീഫായിട്ട് നല്ല നീളത്തിൽ പോകുന്ന ഒരു ലീഫായിട്ട് ഉള്ള ഒരു പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ 2 ടൈപ്പ് ഉണ്ട് നമ്മുടെ അടുത്ത്, സിൽവറും ഉണ്ട് ഗ്രീനും ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഫിലോഡൻഡ്രോൺ വെറൈറ്റീസ്. ഇത് ഫിലോഡൻഡ്രോണിൻ്റെ വെരിഗേറ്റഡ് ആണ്. കണ്ടോ, ഇതിൻ്റെ ലീഫിൽ വന്നിട്ട് അവിടെയും ഇവിടെയൊക്കെ അങ്ങനെ ഒരു യെല്ലോയിഷ് കളറായിട്ട് കാണാറുണ്ട്. അതാണ് ഇത്. ഇപ്രാവശ്യം ഇതിനും അതേപോലെ കുറച്ചൊരു വെയിലിൻ്റെ എന്തിൻ്റെ ഷെയ്ഡ് കൂടുതലോ കുറഞ്ഞിട്ടൊക്കെ ഇതിലും കളറ് ശരിക്കും അങ്ങ് വരുന്നില്ല. പക്ഷെ ആദ്യമൊക്കെ നല്ല കളറ് വന്നിരുന്നു. ഇനി ഒന്ന് സ്ഥലം ഒന്ന് മാറ്റി വെച്ച് നോക്കണം, അപ്പോൾ ശരിക്കും വരുമായിരിക്കും. ഇതാണ് അതിൻ്റെ ശരിയായത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫിലോഡൻഡ്രോൺ വെറൈറ്റീസ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുക. അപ്പം ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.